Hey guys, welcome back to another video. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വേർഡ്പ്രസ്സിൽ എങ്ങനെയാണ് ഒരു സൈഡ് ബാർ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ മൈ റെസിപ്പീസ് എന്ന ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പോസ്റ്റ് പേജിൽ നമ്മൾ വരുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് സൈഡ് ബാർ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള ഡിസൈനിനനുസരിച്ചുള്ള സൈഡ് ബാറാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഡാഷ്ബോർഡിൽ വരാം. ഡാഷ്ബോർഡിൽ വന്നിട്ട് പ്ലഗിൻസിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആഡ് ന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ സെർച്ച് ചെയ്യാം എനിവെയർ എലിമെൻറ്റോർ. അപ്പോൾ നമുക്കിവിടെ എനിവെയർ എലിമെൻറ്റോർ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ഫസ്റ്റ് കാണുന്ന പ്ലഗിനാണ്. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം നമുക്കിത് ആക്ടിവേറ്റ് ചെയ്യാം. ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ ടാംപ്ലേറ്റ്സ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് ആഡ് ന്യൂ എന്ന് കാണാൻ കഴിയും. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം ഗ്ലോബൽ സൈഡ് ബാർ. എന്നിട്ട് നമുക്ക് താഴെ കാണുന്ന എഡിറ്റ് വിത്ത് എലിമെൻ്ററി നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പേജ് എലിമെൻ്ററിൽ ലോഡാകും. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു സെക്ഷൻ ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് താഴെ ഈ കാണുന്ന നമ്മുടെ ഈ പ്ലസ് സൈനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു സിംഗിൾ സ്ട്രക്ചർ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം ടീം മെമ്പർ നമുക്ക് സെർച്ച് ചെയ്യാം. ടീം മെമ്പർ എന്ന എലിമെൻറ്റ് നമുക്ക് സെർച്ച് ചെയ്യാം. ഈ ഫസ്റ്റ് കാണുന്ന ടീം മെമ്പർ എന്ന എലിമെൻ്റാണ്. ഇത് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇമേജ് എന്ന സെക്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു പ്രൊഫൈൽ ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പേരാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യണം മിക്കി ജോൺസൺ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ജോബ് ടൈറ്റിലാണ് ചേഞ്ച് ചെയ്യേണ്ടത്. നമുക്കിവിടെ എഴുതാം ഫുഡ് ബ്ലോഗർ. അതിനുശേഷം നമുക്ക് ഡിസ്ക്രിപ്ഷൻ ആസ് ഇറ്റ് ഈസ് തന്നെ വയ്ക്കാം. അതിൻ്റെ താഴെ കാണുന്ന ചില ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇവിടെ സോഷ്യൽ മീഡിയ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്കിവിടെ ഓപ്പൺ ഇൻ ന്യൂ വിൻഡോ അവിടെ നമുക്ക് സെലക്ട് ചെയ്ത് എസ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ നമ്മുടെ സോഷ്യൽ പ്രൊഫൈലിൻ്റെ ലിങ്ക് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. സോ ഇതിപ്പോൾ അടുത്തത് നമുക്ക് ട്വിറ്ററിൻ്റെ ലിങ്ക് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. പ്രൊഫൈൽ ലിങ്കാണ് നമ്മളിവിടെ ആക്ച്വലി ആഡ് ചെയ്യേണ്ടത്. അപ്പം ഞാനിപ്പം ജസ്റ്റ് ഓരോ സൈറ്റിൻ്റെ ലിങ്കാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പം താഴെ കാണുന്ന ലിങ്ക്ഡിൻ ആണ്. ഇവിടെ നമുക്ക് ലിങ്ക്ഡിൻ എന്ന് ടൈപ്പ് ചെയ്യാം, linkedin.com. ഇനി അടുത്തത് നമുക്ക് താഴെ ഒരു സോഷ്യൽ ഐക്കൺ കാണും. അവിടെ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം ഇൻസ്റ്റഗ്രാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ കാണുന്ന ഫസ്റ്റ് ഐക്കൺ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ലിങ്ക് നമുക്ക് ആഡ് ചെയ്യാം www.instagram.com എന്ന് നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് യൂട്യൂബ് സെർച്ച് ചെയ്യാം. നെക്സ്റ്റ് സോഷ്യൽ ഐക്കോണാണ് നമുക്ക് യൂട്യൂബ്. അത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഷോ ബട്ടൺ ഇവിടെ നമുക്ക് യെസ് ചെയ്യിക്കാം. യെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അബൌട്ട് മീ എന്ന് കാണാൻ കഴിയും. ഇനി അടുത്ത നമുക്ക് അഡ്വാൻസ്ഡിൽ വന്നിട്ട് നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന പാഡിങ് ഡീലിങ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു 60 പിക്സൽ നമുക്ക് ടോപ്പ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വരികയാണ് വേണ്ടത്. ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രേഡിയം ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് കളറിൽ പോയിട്ട് നമുക്കൊരു കളർ സെലക്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇനി നമുക്ക് ഈ കാണുന്ന കോണ്ടൻറ്റുകളെയാണ് നമ്മൾ സ്റ്റൈൽ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് സ്റ്റൈലിൽ വരാം. സ്റ്റൈൽ പാനലിൽ വന്നിട്ട് നമുക്ക് ഇവിടെ വിഡ്ത്ത് നമുക്ക് 50 കൊടുക്കാം. അതിനുശേഷം നമുക്ക് താഴെ ഇവിടെ പിക്സൽ സെലക്ട് ചെയ്തിട്ട് ബോർഡർ റേഡിയസ് നമുക്ക് 50 എന്ന് ടൈപ്പ് ചെയ്യാം.
അപ്പോൾ ഇവിടെ നമുക്കൊരു കർവ് കാണാൻ കഴിയും. ഇനി അടുത്ത നമുക്ക് കോണ്ടൻറ്റിൽ വരാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കളർ നമുക്ക് വൈറ്റ് കൊടുക്കാം. കളർ നെയിമിൻ്റെ കളർ നമുക്ക് വൈറ്റ് കൊടുത്തിട്ട് ഇവിടെ ടൈപ്പോഗ്രഫി വന്നിട്ട് നമുക്ക് ഇതിന് ഒരു സൈസ് കൊടുക്കാം. 20 പിക്സൽ നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ട്രാൻസ്ഫോം അപ്പർ കേസ് ആക്കിയിട്ട് അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെറ്റർ സ്പേസ് 3 കൊടുക്കാം. 3 പിക്സൽ. നമുക്ക് വെയിറ്റ് കുറച്ചും കൂടെ കൂട്ടാം നമുക്ക്. അപ്പോൾ 600 നമുക്ക് വെയിറ്റ് വയ്ക്കാം. ഓക്കെ. ഇനി അടുത്തായിട്ട് നമുക്ക് ജോബ് ടൈറ്റിൽ നമുക്ക് അതിൻ്റെ കളർ നമുക്ക് ചെറിയൊരു ലൈറ്റ് കളർ എടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്തായിട്ട് ഡിസ്ക്രിപ്ഷൻ്റെ കളർ നമുക്ക് ചെറുതായിട്ട് ലൈറ്റായിട്ടുള്ളൊരു കളർ എടുക്കാം. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഈ സോഷ്യൽ മീഡിയ എന്ന് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് കളർ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കളർ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വൈറ്റ് ആക്കാം. അതുപോലെ നമുക്ക് ബോർഡർ കളറും വൈറ്റ് ആക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ആസ് ഇറ്റ് ഈസ് വെക്കാം. അപ്പോൾ നമുക്കിവിടെ ബോർഡർ കളറിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ബട്ടണാണ് സ്റ്റൈൽ ചെയ്യേണ്ടത്. നമുക്കിവിടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ നമ്മുടെ ഈ കളർ നമുക്കൊരു ബ്ലൂയിഷ് കളർ വയ്ക്കാം. നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു ബ്ലൂ കളർ എടുക്കുവാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് വൈറ്റ് ആക്കാം. ഓക്കെ. അതുപോലെ ബോർഡർ കളർ ആസ് ഇറ്റ് ഈസ് തന്നെ വയ്ക്കുക. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ നമുക്ക് ബോർഡർ റേഡിയസ് നമുക്ക് 20 പിക്സലാക്കാം. അപ്പോൾ ഇതുപോലെ കർവ് ഷേപ്പ് കിട്ടും. അതുപോലെ ഇനി നമുക്ക് ടൈപ്പോഗ്രാഫിയിൽ വന്നിട്ട് നമുക്കിവിടെ 16 പിക്സലാക്കാം ഇതിൻ്റെ ഫോണ്ട് സൈസ്. അതുപോലെ വെയിറ്റ് നമുക്ക് 500 കൊടുക്കാം. അതുപോലെ അപ്പർ കേസ് ട്രാൻസ്ഫോർമേഷൻ ആക്കാം. ഇനി അടുത്തത് നമുക്ക് ബോക്സ് ഷാഡോയിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബട്ടൺ ഒരു ബോക്സ് ഷാഡോ കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ബ്ലർ നമുക്ക് കുറയ്ക്കാം. 1 പിക്സലാക്കി. ഓക്കെ 1. ഓക്കെ ഇത് ഫൈനാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു സ്ട്രക്ചർ ആഡ് ചെയ്യാം. സിംഗിൾ സ്ട്രക്ചർ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇനി അതിനുശേഷം നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു ഹെഡിങ് ആഡ് ചെയ്യാം. സോ ഈ ഫസ്റ്റ് കാണുന്ന ടി എന്ന ഐക്കോണാണ്, ഇത് ഹെഡിങ് ആണ്. ഇത് നമുക്കിവിടെ ഡ്രാഗ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ടൈറ്റിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ലേറ്റസ്റ്റ് പോസ്റ്റ് എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. ലേറ്റസ്റ്റ് പോസ്റ്റ്. അതിനുശേഷം നമുക്ക് ഇവിടെ സ്റ്റൈലിൽ വന്നിട്ട് ഇതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. സോ ടെക്സ്റ്റ് കളർ നമുക്ക് ബ്ലാക്ക് ആക്കാം. അതിനുശേഷം നമുക്ക് ടൈപ്പോഗ്രഫിയിൽ വരാം. എന്നിട്ട് നമുക്കിവിടെ സൈസ് കൊടുക്കാം 16 പിക്സൽ. അതിനുശേഷം നമുക്ക് ഓക്കെ അതിനുശേഷം ട്രാൻസ്ഫോമിൽ വന്നിട്ട് നമുക്ക് അപ്പർ കേസ് സെലക്ട് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ പോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പം നമ്മളിവിടെ പോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ താഴെ പോസ്റ്റ് ലിസ്റ്റ് എന്ന് കാണാൻ കഴിയും. ഈ എലിമെൻറ്റ് നമുക്കിവിടെ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഷോ പോസ്റ്റ് ബൈ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് റീസെൻറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് സെറ്റിങ്സിൽ വരാം. സെറ്റിങ്സിൽ വന്നതിന് ശേഷം നമുക്കിവിടെ ഷോ ഫീച്ചേർഡ് ഇമേജ് ഇവിടെ നമുക്ക് യെസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫീച്ചേർഡ് ഇമേജ് സൈസ് നമുക്ക് തംബ്നെയിൽ എടുക്കാം. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് നെക്സ്റ്റ് നമുക്ക് എടുക്കേണ്ടത് ഷോ മെറ്റയാണ്. ഇവിടെ നമുക്ക് യെസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഷോ കാറ്റഗറി മെറ്റ എന്ന് കാണും, ഇത് നമുക്ക് യെസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മെറ്റാ പൊസിഷൻ, ഈ താഴെ കാണുന്ന മെറ്റാ പൊസിഷൻ
ഇവിടെ നമുക്ക് ടോപ്പ് മാറ്റിയിട്ട് ബോട്ടം സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്റ്റൈലിൽ വരാം. സ്റ്റൈലിൽ വന്നിട്ട് നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ടെക്സ്റ്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഇവിടെ പാഡിങ് ലെഫ്റ്റ് കാണും, ഇത് നമുക്ക് 0 ആക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ടൈപ്പോഗ്രാഫിയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഫോണ്ട് സൈസ് കൊടുക്കാം 16 പിക്സൽ. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് അടുത്തായിട്ട് നമുക്ക് ഫീച്ചർ ഇമേജിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത് ആസ് ഇറ്റ് ഈസ് തന്നെ വയ്ക്കുക. ഓക്കെ, അതുപോലെ മെറ്റൈം ആസ് ഇറ്റ് ഈസ് തന്നെ വയ്ക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ താഴെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സിംഗിൾ സ്ട്രക്ചർ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഹെഡിങ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ഈ കാണുന്ന ഹെഡിങ് നമുക്ക് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് ഫോർ മോർ ഇൻഫോ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഫോർ മോർ ഇൻഫോ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സ്റ്റൈലിൽ വരാം. സ്റ്റൈലിൽ വന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് കളർ നമുക്ക് ബ്ലാക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ടൈപ്പോഗ്രാഫിയിൽ പോകാം. എന്നിട്ട് നമുക്ക് ഫോണ്ട് സൈസ് നമുക്ക് 16 പിക്സൽ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ അപ്പർ കേസ് ആക്കാം. ട്രാൻസ്ഫോം നമുക്ക് ഇതിൻ്റെ അപ്പർ കേസ് ആക്കിയിട്ട് ഇനി അടുത്തത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ന്യൂസ് എന്ന് ടൈപ്പ് ചെയ്യാം. ന്യൂസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ മെയിൽ ചെയ്യും എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ജനറൽ വരാം. ജനറൽ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ലേബൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇമെയിൽ ലേബൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഈ ഷോ ഫോം ഹെഡർ നമുക്ക് യെസ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ സെലക്ട് ഐക്കോൺ ഇത് നമുക്ക് നോൺ വയ്ക്കാം. അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് ഇവിടെ ഇമെയിൽ പ്ലേസ് ഹോൾഡർ കാണും. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം എൻറ്റർ യുവർ ഇമെയിൽ. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്കിതിൻ്റെ സ്റ്റൈലിൽ വരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫോം ഹെഡറിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ. എന്നിട്ട് നമുക്കിതിൻ്റെ ടൈപ്പോഗ്രാഫിയിൽ വരാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ടൈപ്പോഗ്രാഫിയുടെ ഫോണ്ടിന് ഒരു സൈസ് കൊടുക്കാം 20 പിക്സൽ. അതിനുശേഷം നമുക്ക് വെയ്റ്റ് ബോൾഡ് വയ്ക്കാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്കിവിടെ അഡ്വാൻസിൽ വരാം. അഡ്വാൻസ്ഡ് എന്ന ഈ ടാബിൽ. എന്നിട്ട് നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യണമല്ലോ. നമുക്കിവിടെ ക്ലാസിക് എന്ന കളർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു കളർ സെലക്ട് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്ന കളറ് ഈ ഒരു കളറാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ലേഔട്ടിൽ വരാം. ലേഔട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ പാഡിങ് ഇത് 30 പിക്സൽ കൊടുക്കാം. അപ്പം എന്താണ്ട് ഇതുപോലൊരു നല്ല അട്രാക്റ്റീവായിട്ടുള്ളൊരു ന്യൂസ് ലെറ്റർ നമുക്കിവിടെ ആഡ് ചെയ്യാൻ കഴിഞ്ഞു. ഇനി നമുക്കിത് പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് ചെയ്തതിന് ശേഷം നമുക്കിത് എക്സിറ്റ് ചെയ്യാം. ഈ പേജ് തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ എക്സിറ്റ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ഷോർട്ട് കോഡ് കാണാൻ കഴിയും. ഈ ഷോർട്ട് കോഡ് നമുക്ക് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ അപ്പിയറൻസ് കാണാൻ കഴിയും. അവിടെ നമുക്ക് വിജിറ്റിൽ പോയിട്ട് വിജിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക്
ഇവിടെ ഈ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ കാണുന്ന ഡിഫോൾട്ട് സൈഡ് ബാർ ഉണ്ട്, ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പേ നമുക്കിവിടെ ഈ പ്ലസ് സൈൻ കാണുന്നുണ്ടല്ലോ, ഈ പ്ലസ് സൈനിൽ നമുക്ക് താഴെ കാണുന്ന ഈ പ്ലസ് സൈനിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം സെർച്ച് ഷോർട്ട് കോഡ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഷോർട്ട് കോഡ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഷോർട്ട് കോഡ് വരുന്നതായിരിക്കും. അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മൾ മുമ്പേ കോപ്പി ചെയ്ത ഷോർട്ട് കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഓരോ എലിമെൻറ്റ്സും നമുക്ക് മുകളിലത്തെ റിമൂവ് ചെയ്യാം. റിമൂവ് സെർച്ച്, അതുപോലെ ഈ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് റീസെൻറ്റ് പോസ്റ്റ് ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. അതുപോലെ ഇത് റീസെൻറ്റ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് പോസ്റ്റുകളാണ്, ഇത് നമുക്ക് ഇതുപോലെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റിമൂവ് ലേറ്റസ്റ്റ് പോസ്റ്റ് എന്ന് കാണാൻ കഴിയും. ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം, റൈറ്റ്? കാരണം ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കിപ്പോൾ ഇല്ല. ഓക്കെ, അടുത്ത ഹെഡിങ്, അടുത്ത പോസ്റ്റ്, ഇനി അടുത്തതാണ്ട് ഗ്രൂപ്പ് നമുക്ക് റിമൂവ് ചെയ്യാം. അതുപോലെ ഇതുപോലുള്ളൊരു കോളം അത് നമുക്ക് റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ അപ്ഡേറ്റ് എന്ന് കാണും, ഈ അപ്ഡേറ്റ് ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ സേവിങ് ആയി. ഓക്കെ, ഇത് സേവ്ഡ് ആയി, റൈറ്റ്? ഇനി നമുക്ക് നമ്മുടെ ഈ പോസ്റ്റ് പേജിൽ വന്നിട്ട് നമുക്കിവിടെ റീഫ്രഷ് അടിക്കാം. റീഫ്രഷ് അടിക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ സൈഡ് ബാർ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വളരെ നല്ലതായിട്ടുള്ള ഒരു വളരെ ബ്യൂട്ടിഫുള്ളും അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സൈഡ് ബാർ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സോ ഈ വീഡിയോ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദി വൈസ് മാൻ മലയാളം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. യു ഹാവ് എ ഗ്രേറ്റ് ഡേ.